മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഹാഷിമി താജ് ഇബ്രാഹിം കഴിഞ്ഞ രാത്രിയിലെ ന്യൂസ് ചാനൽ ചർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് യജാതി ഉറഞ്ഞുതുള്ളല നടത്തിയിട്ടുള്ളത്. ഉറഞ്ഞുതുള്ളി അങ്ങനെ രംഗത്തെത്തിയിട്ട് നാഷണൽ മീഡിയാസ് കോക്രോച്ച് ജനതാ പാർട്ടിയെ അവഗണിച്ചോ എന്നൊക്കെയാണ് നിലവിളിക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യം ആദ്യമേ തന്നെ അങ്ങ് എടുത്തു പറയാം. ഈ ഒരു സമയം വരെയായിട്ട് രാജ്യത്തെ ഭൂരിപക്ഷം ജനതയും രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ഈ സമയം വരെ ഒരു നന്മ പോലും, അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യം പോലും അതിൻ്റെതായ രീതിയിൽ ഇന്നേ വരെ ഒരക്ഷരം മിണ്ടാത്ത ഹാഷിമി താജ് ഇബ്രാഹിം ഒക്കെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് നിന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് തന്നെയാ ബോധമുള്ള സകല മലയാളികളും വിശ്വസിക്കുന്നത്. പിന്നെ നാഷണൽ മീഡിയാസ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ അവഗണിച്ചോ എന്ന് പറയുമ്പോ നാഷണൽ മീഡിയാസ് ഒന്നടങ്കം നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്ന് പറയാതെ ഈ ഹാഷിമി താജ് ഇബ്രാഹിം ഒക്കെ പറഞ്ഞു മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ നാഷണൽ മീഡിയാസും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പമല്ല. അത് ഞാൻ എന്തെങ്കിലും വെറുതെ പറയുകയല്ല. ഇത് വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം ഉണ്ണി ബാലകൃഷ്ണൻ, അതായത് ഹാഷിമി താജ് ഇബ്രാഹിമിന്റെ ഒക്കെ തോളോട് തോളു ചേർന്ന് മുന്നോട്ട് പോകുന്ന ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാഷണൽ മീഡിയാസും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അഭി മേര അംഗ്രേസി കൈസേ ഹേ, ഇപ്പൊ എന്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതാണ് മോഡി എന്നുവെച്ചാൽ ഇത്രയധികം ആളുകളെ ഓർമ്മയുണ്ട്, നിശ്ചയദാർഢ്യമുണ്ട്. ആ രീതിയിലൊക്കെ മോഡിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ മോഡി എന്ന വ്യക്തിയെ 1998 മുതൽ ഞാൻ കാണുന്നുണ്ട്. 2000 മോഡി ഗുജറാത്തിലേക്ക് മുഖ്യമന്ത്രിയായി എത്തുന്നവരെ മോഡിയെ നമുക്ക് അടുത്തറിയാം. പിന്നീട് മോഡിയെ പ്ലാൻ ചെയ്യുന്നതും മോഡിയെ അവതരിപ്പിക്കുന്നതും നോക്കൂ. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മോഡി എതിരായിരിക്കുന്നത്? മോഡി ഇത്ര മീഡിയ ഫ്രണ്ട്ലി ആയിരുന്നു നിങ്ങൾക്കറിയാവോ? എനി ടൈം യു ക്യാൻ അപ്രോച്ച് ചെയ്യും. വളരെ ആക്സസിബിൾ ആയിരുന്നു മാധ്യമങ്ങളോട് വളരെ സൗഹൃദമുള്ള ആളായിരുന്നു. പക്ഷേ ഗുജറാത്ത് കലാപത്തിന് ശേഷം മോഡിയെ ഒരു വലിയ വില്ലനായിട്ട് മാധ്യമങ്ങൾ ചിത്രീകരിച്ചു. അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് മോദി മാധ്യമങ്ങൾക്കെതിരായി. പിന്നെ മാധ്യമങ്ങളില്ലാതെയാണ് മോഡിയുടെ മുഴുവൻ വളർച്ചയും ഉണ്ടായിട്ടുള്ളത്. 2014 മോഡി പ്രധാനമന്ത്രിയാകുമ്പോൾ മോഡിക്ക് ഒരു മാധ്യമത്തിൻ്റെയും പിന്തുണയില്ല. അങ്ങനൊരു മാധ്യമത്തെ പിന്നെ മോഡി എന്തിനാണ് പരിഗണിക്കേണ്ടത്? അതുകൊണ്ടാണ് മോഡിയുടെ മാധ്യമത്തിനോടുള്ള അപ്രോച്ച് അങ്ങനെയാണ്. നിങ്ങളില്ലാതെയാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ ഒരു സഹായം എനിക്കിനി തുടർന്നും വേണ്ട. നിങ്ങൾ കേട്ടില്ലേ? ഉണ്ണി ബാലകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നു. 1998 മുതൽ നരേന്ദ്രമോദിയുടെ വളർച്ചയെ ഞാൻ അടുത്ത് നിന്ന് നോക്കി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂല് വളരെ വ്യക്തമായിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ വളർച്ചയെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്, അടുത്തറിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുന്നതിന് ഓരോ തരത്തിലും നാഷണൽ മീഡിയാസ് ഒരു തരത്തിലും അനുകൂലിച്ചിട്ടില്ല. ആ നരേന്ദ്രമോദി പിന്നെ എന്തിനാണ് ഈ പറയുന്ന നാഷണൽ മീഡിയാസിനോട് നേരെ നിൽക്കുന്നത്? മീഡിയാസിനോട് നേരെ നിൽക്കുക എങ്ങനെയാണ്? ഓരോ തരത്തിലും നരേന്ദ്രമോദിയുടെ വളർച്ചയിൽ മീഡിയാസ് ഈ പറയുന്നത് പോലെ നാഷണൽ മീഡിയാസ് അനുകൂലിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഉണ്ണി ബാലകൃഷ്ണ. ഈ ഹാഷിമി താജ് ഇബ്രാഹിം ഒക്കെ കോക്രോച്ച് ജനതാ പാർട്ടിയെ നാഷണൽ മീഡിയാസ് ഒക്കെ അവഗണിച്ചോ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണ വളരെ വലിയ രീതിയിൽ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ പടർത്തുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എന്തോ നാഷണൽ മീഡിയാസിനോട് വാർത്ത കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ന തരത്തിൽ. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും നാഷണൽ മീഡിയാസും തമ്മിലുള്ള ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്നുള്ളത് ഉണ്ണി ബാലകൃഷ്ണൻ കൃത്യമായിട്ട് എടുത്തു പറയുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവാൻ നാഷണൽ മീഡിയാസ് ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നാഷണൽ മീഡിയാസ് ഒരു സ്ഥലത്തും പിന്തുണച്ചിട്ടില്ല. നരേന്ദ്രമോദിയും നാഷണൽ മീഡിയാസും എന്തോ വലിയ ഈ ടൈപ്പാണ് എന്നൊക്കെ പറയുന്നത് ഇനിയെങ്കിലും ഹാഷിമി താജ് ഇബ്രാഹിമിനെ പോലെയുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകരൊന്ന് നിർത്തണമെന്നാണ് ബോധമുള്ള മലയാളികൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്.
രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ സഹായിച്ചതും അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തതൊക്കെ തന്നെ സോഷ്യൽ മീഡിയാസ്. ജനങ്ങൾ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ സത്യസന്ധത തിരിച്ചറിഞ്ഞ് അദ്ദേഹം രാജ്യം ഭരിച്ചാൽ രാജ്യം പുരോഗതിയിലേക്ക് എത്തുമെന്നൊക്കെ തിരിച്ചറിഞ്ഞാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയത് 2014. എന്നാൽ ഇന്ന് 2026. ഈ ഹാഷ്മി താജ് ഇബ്രാഹിം ഒക്കെ കൊട്ടിഘോഷിക്കുന്നത് തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് 2 കോടിയിലധികം ഫോളോവേഴ്സ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ മലമറിക്കുമെന്നൊക്കെ പറയുന്ന ഹാഷ്മി താജ് ഇബ്രാഹിമിനൊന്നും ഒരു ഉളുപ്പില്ലേ. സോഷ്യൽ മീഡിയയിൽ 2 കോടിയിലധികം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാഷണൽ മീഡിയാസ് പിന്തുണയ്ക്കേണ്ടത്? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാഷണൽ മീഡിയാസിന്റെ ആവശ്യം? സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചാൽ പോരെ. ഇത് ഞങ്ങൾ കേരളത്തിലെ പപ്പോ മീഡിയാസ് മാത്രമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ചുകൊണ്ടോ ഈ പറയുന്ന ആളുകളെ പിന്തുണച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ബോധവും വിവരവും വിവേകവുമുള്ള ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ അനുകൂലിച്ച് വാർത്ത കൊടുക്കൂ? നാഷണൽ മീഡിയാസ് എന്നൊക്കെ എന്തുകൊണ്ടാണ് വാർത്ത കൊടുക്കാത്തത്? അതേപോലെ തന്നെ സകല മലയാളികളും തിരിച്ചറിയേണ്ടതാണ് 5 പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഉള്ളത്. അതിൽ 4ാമത്തേത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. വളരെ വ്യക്തമായിട്ട് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കി യഥാർത്ഥ സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് വഴിയൊരുക്കും. അതായത് ഞങ്ങൾക്ക് അദാനിയും അംബാനിയും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞങ്ങൾ അവരുടെ സകല മാധ്യമങ്ങളും അടച്ചുപൂട്ടുമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന അദാനിയുടെയും അംബാനിയുടെയും സ്ഥാപനങ്ങൾക്കൊക്കെ ലൈസൻസ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, ശരിയായ മാർഗത്തിലാണോ അന്വേഷിക്കുമെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ അങ്ങ് അടച്ച് പൂട്ടിക്കും. അതിനെ ഫാസിസം എന്നല്ല പറയുന്നത്. ഈ പറയുന്ന ഹാഷ്മി താജ് ഇബ്രാഹിം ഒക്കെ വലിയ രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ അനുകൂലിക്കുന്നത് വലിയ ജനാധിപത്യത്തിന്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ടാ. എന്നാൽ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ ഫാസിസത്തിന്റെ ശൈലിയിലാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ആവശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണയുമായിട്ട് SIO പോലും രംഗത്തുണ്ട്. അതായത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ വലിയ രീതിയിൽ പിന്തുണക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വിവേകമുള്ള വിവരമുള്ള ആളുകൾ പറയുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർ അതിനു വേണ്ടിയിട്ട് പല കലാപ ശ്രമങ്ങൾ പോലെ അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ തന്ത്രപരമായിട്ട് മറികടന്നു. എല്ലാ രീതിയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധത്തിനും കേന്ദ്ര സർക്കാർ അനുമതിയും കൊടുത്തിട്ടുണ്ട്. 7 ദിവസം മുമ്പേ തന്നെ പ്രതിഷേധത്തിന് അനുമതി വാങ്ങേണ്ട ഒരു വിഷയത്തിൽ അതുപോലും എടുക്കാതെ പ്രതിഷേധത്തിന്റെ അന്ന് രാവിലെ വന്ന് അവർ അനുമതി വാങ്ങുന്നതൊക്കെ തന്നെ ഒരു കലാപത്തിനുള്ള ഒരു തുടക്കമായിരുന്നു. എന്നാൽ അതൊക്കെ മറികടന്ന് അവർക്ക് സ്പോട്ടിൽ തന്നെ പെർമിഷൻ കൊടുത്ത് അവരോട് പോയിട്ട് പ്രതിഷേധിച്ചോളൂ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, നിങ്ങളുടെ താല്പര്യം പോലെ പ്രതിഷേധിച്ചോളൂ എന്ന് തന്നെയാ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തില് ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പോലെയുള്ള ആളുകൾ എന്തോ ഇവരെ അങ്ങ് കേന്ദ്ര സർക്കാർ പൂട്ടിയോ എന്നൊക്കെയാ പറയുന്നത്. എന്ത് പൂട്ടാനാ? സ്വയം എരിഞ്ഞൊടുങ്ങുക എന്ന് പറയുന്നത് പോലെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി സ്വയം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാ സ്വാതന്ത്ര്യത്തിലും ഇവിടെ പ്രതിഷേധിക്കാം. രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്താൽ എടുത്ത് പൂട്ടി ഉള്ളിലിടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഹാഷ്മി താജ് ഇബ്രാഹിം ഇന്നേ വരെ മോദിക്ക് അനുകൂലമായിട്ടൊന്നും ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നാഷണൽ മീഡിയാസ് ഇതൊന്നും വാർത്ത കൊടുക്കുന്നില്ലോ എന്ന് പറയുമ്പോൾ മോദിയും നാഷണൽ മീഡിയാസും വലിയ ടൈപ്പ് ആയതുകൊണ്ടാണ് ഈ വാർത്തയൊന്നും കൊടുക്കാത്തത് എന്ന് വളരെ വലിയ രീതിയിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഹാഷ്മി താജ് ഇബ്രാഹിമിന് ഇതുപോലൊരു മറുപടിയൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചത്.